ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞു മടങ്ങുന്നവർക്ക് നേരെ സയ്യിദ് അലിവിയുടെ ഹോട്ടലിലേക്ക് വരാം. അവിടെ സൗജന്യ ഭക്ഷണമുണ്ട്. ഒരുപാട് പണം ചെലവാക്കി ചികിത്സ നടത്തി മടങ്ങുന്നവർക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ അമീരിക്കാട് ആലിക്കപ്പറമ്പിൽ സയ്യിദ് അലിവിയുടെ മനസ്സും അങ്ങനെ നിറയും. അതുമാത്രമല്ല കേട്ടോ, പണമില്ലാത്തതിനാൽ ആരും വിശന്നിരിക്കരുത് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് വില കുറച്ചാണ് ഈ ഹോട്ടലിൽ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത്. 50 രൂപയ്ക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബിരിയാണി വരെ കഴിക്കാം. സഹായം ചെയ്തു കൊടുക്കുക, കാരണം അത്രയും പാവങ്ങളല്ലേ വരുന്നത്. അപ്പോൾ ഇതേപോലെ ഭക്ഷണം കിട്ടിയാൽ അതാകുമല്ലോ എന്ന് വെച്ചിട്ട് ആളും വരുന്നുണ്ട്. ഒരു 15-20 ആളൊക്കെ ദിവസം വരുന്നുണ്ട്. ആദ്യം ഞങ്ങൾ ബോർഡ് വെച്ചിരുന്നില്ല, ആൾക്കാർ വന്നിരുന്നു. പക്ഷേ അതുപോലെ നമ്മൾ തിരിച്ചറിച്ചിൽ ഈ കയ്യുമ്പത്തെ കെട്ടുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡയാലിസിസ് അല്ലേ വെച്ചുമ്പോൾ ആണെന്നറിയും, ഞങ്ങൾ പോയിക്കോയെന്നറിയും. അത് ഇവിടെ എന്തുണ്ടോ കോൽക്കുന്നില്ല, ചോറോ ബിരിയാണിയോ പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട്, എന്താ വാങ്ങിച്ചാൽ കോലിക്ക് കൊടുക്കും. അതിന് പൈസ അല്ല. ഡയാലിസിസ് ചെയ്യണ രോഗികൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം തന്നെയാണ്. അത്രയും പാവപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഡയാലിസിസ് ചെയ്യാൻ വരുന്നത്. പിന്നെ ഞാനെൻ്റെ ഉപ്പാനായിട്ട് ഇങ്ങോട്ട് വരലുണ്ട്. ഡയാലിസിസ് കഴിഞ്ഞാൽ നേരം ഇവിടെ വന്ന് ഫുഡ് കഴിക്കും. ക്യാഷ് കൊടുത്ത ആൾ മേടിക്കലൊന്നുമില്ല, എന്നാലും കൊടുത്തിട്ട് പോകും. അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് തത്സമയം. അരുൺ, ഭക്ഷണം കഴിക്കുന്നവന്റെ വയറു മാത്രമല്ല മനസ്സും അങ്ങനെ നിറയും, ഭക്ഷണം വിളമ്പുന്നവന്റെയും. അപ്പൊ എന്തായാലും ഇതിലൂടെ ലാഭം പ്രതീക്ഷിച്ചൊന്നും അല്ല അദ്ദേഹം ഇത് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഇതിലൂടെ ആകെ കിട്ടുന്ന ഒരു ലാഭം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു സന്തോഷമാണ് എന്നുള്ള കാര്യം എന്തായാലും തീർച്ചയാണ്. അപ്പൊ എത്ര കാലമായി ഈ ഒരു കട തുടങ്ങിയിട്ട്, എങ്ങനെ മുൻപോട്ട് പോകുന്നു ഇപ്പോൾ? ഹിമ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ വയറ് നിറയുമ്പോൾ സയ്യിദ് അലിവയ്ക്കയുടെ മനസ്സാണ് നിറയുന്നത്. അതിലും വലുത് പകരം വെക്കാനൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈ കാശില്ലാത്തതിൻ്റെ പേരിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന് സയ്യിദ് അലിവയ്ക്ക പറഞ്ഞു വെക്കുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പറ്റിക്കോളണം എന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം പോലും ഉണ്ടാവില്ല. പക്ഷേ സയ്യിദ് അലിവയ്ക്ക തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് കാണിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. ഇത് 12 വർഷമായി ഈ ഹോട്ടൽ അവിടെ തുടങ്ങി. അതിന് അന്നു മുതൽ ഇന്ന് വരെ മുടങ്ങാതെ ഈ പതിവ് സയ്യിദ് അലിവയ്ക്ക മുടക്കാറില്ല. കാരണം ഡയാലിസിസിന് എത്തുന്ന രോഗികൾ EMS ആശുപത്രിയിലൊക്കെ അവർക്കൊരു കാർഡ് ഉണ്ടാവും. അത് കാണുമ്പോൾ തന്നെ അറിയാം അത്തരത്തിൽ ഡയാലിസിസ് കഴിഞ്ഞ് മടങ്ങുന്ന രോഗികളാണ്. അവിടെ വരുന്നു, അവരോട് സയ്യിദ് അലിവയ്ക്ക കാശ് വാങ്ങാറില്ല. ഇനി ഈ രോഗികൾ മാത്രമല്ല, കയ്യിൽ പണമില്ലാതെ ആരും പട്ടിണി കിടക്കരുത് എന്നൊരു മോട്ടോ ആണ് സയ്യിദ് അലിവയ്ക്ക മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കും അത്തരത്തിലൊരു ഗതി ഉണ്ടെങ്കിൽ ആ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അവിടെ എന്താണോ ഉള്ളത്, അത് അവിടെ ഉള്ള ഭക്ഷണം എന്താണോ അതെല്ലാം സയ്യിദ് അലിവയ്ക്കയുടെ ഹോട്ടലിൽ നിന്ന് കഴിക്കാം എന്നുള്ളത് തന്നെയാണ്. കാരണം മനസ്സിന് തന്നെ അത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. തീർച്ചയായും മനസ്സിന് തന്നെ ഒരു സന്തോഷം സയ്യിദ് അലിവയ്ക്കയെ കാണുമ്പോഴും അതിനെക്കുറിച്ച് അരുൺ ഇങ്ങനെ കൂടുതലായി പറഞ്ഞു തരുമ്പോഴും. എന്തായാലും ഒരു അസാധ്യ മനുഷ്യൻ സയ്യിദ് അലവി. ഒരുപാട് കാലം ഇങ്ങനെ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ജീവിക്കാൻ അദ്ദേഹത്തിന് പറ്റട്ടെ.